കുഴൽമന്നത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി. കുത്തിവയ്പ്പെടുത്ത ശേഷം കുഴൽമന്നം സ്വദേശിനി അലീമയുടെ കാലിന് തളർച്ച സംഭവിച്ചെന്നാണ് പരാതി. മാർച്ച് 22-ാം തീയതി ഇവിടെ കുഴൽമന്നം ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടായിരുന്നു. കാല് തീരെ നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഇക്കാന്റെ സപ്പോർട്ടിലാണ് ഇതുവരെ നടന്നത്. പിന്നെ മക്കളൊക്കെ കൂടെ സഹായിച്ചിട്ടാണ് പോകണം. അത് പണിക്കും പോകാൻ പറ്റില്ല. അത് കീഴിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്തായിരുന്നു എന്നാണ് പോയത്? ഈ ആശുപത്രി പോയതെന്നാണ്? മാർച്ച് 22-ാം തീയതി. പിന്നെ ഡോക്ടറെ കണ്ടിരുന്നോ? പിന്നീട് ആലത്തൂർ പോയി കണ്ടു. കോപ്പർട്ടിയിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി, തൃശ്ശൂര്. അവിടെ ഒന്നും പോയിട്ട് ശരിയായില്ല. കോപ്പർട്ടിയിൽ പോയപ്പോ പറഞ്ഞു മെയ് നരമ്പിൽ തട്ടിയിരിക്കുകയാണ്. പിന്നെ കരുണ മെഡിക്കലിൽ 6 ദിവസം കടന്നു. 6 ദിവസം കടന്ന് ഡിസ്ചാർജായി വന്നു. എന്നിട്ട് നല്ല കാല് ശരിയായില്ല. ഇപ്പോ പാലയിലാണ് കാണിക്കുന്നത്. ഈ 18-ാം തീയതി പോകണം. വയറുവേദന മൂലം കുഴൽമന്നം സർക്കാർ ആശുപത്രിയിലെത്തിയ അലീമയ്ക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. വീണ്ടും എത്തിയപ്പോൾ വിറ്റാമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ടെന്നും പതുക്കെ ശരിയാകുമെന്നുമായിരുന്നു വിശദീകരണം. 2 മാസം മുൻപാണ് അലീമ ചികിത്സ തേടിയത്. നിലവിൽ DMOക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ഞാൻ ആലത്തൂർ ആശുപത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. ഇപ്പോൾ കരുണ മെഡിക്കലിൽ കാണിച്ച് 6 ദിവസം കിടക്കുകയൊക്കെ ചെയ്തതായിരുന്നു. MRI തൊട്ട് പല ടെസ്റ്റുകളെല്ലാം നടത്തി. ഇപ്പോൾ ലാസ്റ്റ് പാലനിയിലാണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ഇനി മുന്നോട്ട് പോയി എന്നെ കൊണ്ടാവില്ല. ട്രീറ്റ്മെൻറ്റിന് പോകാൻ സ്പേസ് ചെയ്യും. എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും ഈ പാരമ്പര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. DMO വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണിപ്പോൾ. UTV ന്യൂസ്, പാലക്കാട്.